ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു ബത്തക്ക ജ്യൂസ് ആക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ബത്തക്ക മുറിച്ചെടുക്കാം. ബത്തക്കകൾ മുറിച്ചെടുക്കും. ഇതാണ് ബത്തക്ക. ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. കുരുവൊന്നും ഇല്ലാണ്ട് എടുക്കാം. ഇല്ല പിന്നെ കുരു അരിഞ്ഞു പോയിട്ട് അതൊരു പ്രശ്നമാകണ്ടല്ലോ. കുരു അരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. കുരുവിനെ നമുക്ക് കളഞ്ഞിട്ട് മുറിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടാം. കുരുകളെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓരോ കുരു കഴിഞ്ഞു പോകുന്നുണ്ടോയെന്ന് അറിയില്ല ഗൈസ്. കുരു കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നമുക്ക് കുടിക്കാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് കുരു കടിക്കണ്ടല്ലോ. തിന്നുമ്പാകുമ്പോൾ നമുക്കത് തുപ്പി തുപ്പി കളയാം. പഞ്ചസാരയൊന്നും ചേർക്കാണ്ട് നല്ല മധുരമുള്ള ബത്തക്കയാണ്. അതുകൊണ്ട് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ലേ. പഞ്ചസാരയൊന്നും ചേർക്കാണ്ടാണ് അടിച്ചിട്ട് എടുക്കുന്നത്. പഞ്ചസാര ചേർക്കാതെ അടിക്കുന്ന ബത്തക്ക ജ്യൂസാണ്. എന്നിട്ടത് നമുക്ക് 2 ഗ്ലാസ്സിൽ വെച്ചിട്ട് കുടിക്കാം. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുരു കഴിയുന്നുണ്ട് തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുന്നത്. കുരു പ്രശ്നമൊന്നുമില്ല. എന്നാലും എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ കുരുവിനെ തിന്നണ്ടല്ലോ. ഇതാ ബത്തക്കയെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ജാറിലിട്ടിട്ട് ജ്യൂസ് അടിക്കാം. ജാറിലേക്ക് ഇടുന്നത് കാണുന്നുണ്ടോ ഗൈസ്? ബത്തക്ക എല്ലാം മുറിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ട് കാണാം. പിന്നെ പഞ്ചസാര ഇടാതെയാണ് ഗൈസ് ഞാൻ ജ്യൂസ് അടിക്കുന്നത്. ഇന്നൊരു ബത്തക്ക ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ഐസ് ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് ഐസും കൂടി അതിൻ്റെ അകത്ത് എന്നിട്ട് നമുക്ക് കഴിക്കാം. ഗൈസ്, നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്താം. എന്നിട്ട് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നമുക്ക് എടുക്കാം.
അടിപൊളി ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഐസ് ക്യൂബ് ഇതായിരുന്നുണ്ട് ഒരു പീസ്. അപ്പോൾ വത്തക്ക ജ്യൂസ് ഇതാ ഗൈസ് റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര ഇടാണ്ട് അടിച്ചതാണ്. അപ്പോൾ വത്തക്കയിൽ തന്നെ നല്ല മധുരമുള്ളതുകൊണ്ട് ഗൈസ് ഞാൻ പിന്നെ വേറെ ഒന്നും ആക്കിയിട്ടില്ല. മധുരം അങ്ങനെയുണ്ട് ഗൈസ്. നമ്മളെ വത്തക്ക ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.